നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ പേര് രാജേഷ്. എൻ്റെ സ്ഥലം വന്നിട്ട് ആലപ്പുഴയാണ്. ഗ്രൂപ്പിലെല്ലാം സജീവമാണ്. ബ്രീഡിംഗ് ബോക്സിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ഗ്രേ പാരറ്റിൻ്റെ ബ്രീഡിംഗ് ബോക്സാണ്. 2 അടി ഹൈറ്റ്, 2 അടി നീളം, 1 അടി വീതി. ഇതാണ് എൻ്റെ സൈസ് വരുന്നത്. ഇത് വന്നിട്ട് ഡബിൾ ലെയർ പലയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. കാര്യം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കംപ്ലൈൻറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയാണ് ഡബിൾ ലെയർ പല കൊടുത്തിരിക്കുന്നത്. പക്ക ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് തടിയാണ് ചെയ്യുന്നത്. നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഡബിൾ ലെയർ പലകയിലും ചെയ്യുന്നുണ്ട്, സിംഗിൾ ലെയർ പലകയിലും ചെയ്യുന്നുണ്ട്. ഡബിൾ ലെയർ പല കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ഷീറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് തന്നെ ആ ഷീറ്റും കാര്യങ്ങളൊക്കെ ചൂട് പിടിക്കാൻ സാധ്യത കൂടുതലുണ്ട്. തടിയാകുമ്പം നമുക്ക് ബേഡിന് അതിൻ്റെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനും പുറത്ത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും തടിയാകുമ്പോൾ. ഓക്കെ ബ്രോ. അപ്പം ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പേര് രാജേഷ്. എൻ്റെ സ്ഥലം വന്നിട്ട് ആലപ്പുഴയാണ്. ആലപ്പുഴ നമ്മുടെ പുതിയ ബൈപ്പാസിന് സമീപമാണ്. ഇത് നമ്മുടെ ഷോ ബഡ്ജസിൻ്റെ ബോക്സാണ്. ഞാൻ എല്ലാ ബോക്സിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ടൈപ്പ് ബോക്സിൻ്റെയും. അപ്പം ഇത് ഷോ ബഡ്ജസിൻ്റെ ബോക്സ് നമ്മൾ ചെയ്യുകയാണ്. ഇത് സൈസ് വന്നിട്ട് 7x10. ഇത് ഡ്രോയർ ടൈപ്പാണ്. ഡ്രോയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഡ്രോയർ കൊടുക്കുന്ന രീതിയിലുള്ളതല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡ്രോയർ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു ഡിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഡിപ്പിനൊപ്പം തന്നെ നമ്മൾ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് പലകയിൽ തന്നെ. കാര്യം ഈ ഷോ ബഡ്ജസിന് ഈ മെറ്റീരിയൽ നെക്സ്റ്റ് മെറ്റീരിയൽ എടുത്ത് വെളിയിൽ കളയുന്നൊരു പരിപാടി ചില പേരൻസിനുണ്ട്. അപ്പം അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഉള്ള എഗ്ഗിനൊക്കെ റിസൾട്ട് കിട്ടും. കാര്യം വെച്ചാൽ ആ കറക്റ്റ് ആ സ്ലോപ്പിൽ കൂടി തന്നെ ഉരുണ്ട് കറക്റ്റ് ഇത് റൗണ്ടിൽ തന്നെ വന്നിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ് തടിയാണ്, പ്ലൈവുഡ് അല്ല, തടിയിലാണ് ചെയ്യുന്നത്. പക്ക ക്വാളിറ്റി ബോക്സാണ്. നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തൊരു ക്വാളിറ്റി ഒന്നും അല്ല കേട്ടോ. നോർമലി കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ എല്ലാ ബോക്സിനും ഇതുപോലെ തന്നെ പെർച്ചുണ്ടാവും, അതുപോലെ തന്നെ ഹുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകത്തുള്ളൂ. ബോക്സിൻ്റെ സൈസ് ഒന്നുകൂടി പറയാം. 7x10 സൈസ്. കാര്യം ഈ ഡ്രോയർ വരുന്നതുകൊണ്ട് ഇൻസൈഡ് അളവ് കുറയുന്നതുകൊണ്ടാണ് ഈ സൈസിലാക്കുന്നത്.